ഞാനിപ്പോൾ ഞാനിപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ മുൻപിലുള്ള ആ റോഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് പുറകിൽ കാണാം. ഞാൻ ബസിലിക്കയിൽ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഇവിടെ ധാരാളം ആളുകൾ പുറത്ത് ക്യൂ ആയിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് സ്ക്വയറിലേക്ക് പ്രവേശിക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 3 സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി ചെക്കുകളുണ്ട്. അതിനുശേഷം മാത്രമേ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതാണ്ട് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ ഉള്ളിൽ ഏതാണ്ട് 3/4 ഭാഗത്തോളം നിറഞ്ഞു കവിഞ്ഞ ജനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിലേറെ ആളുകൾ പുറത്ത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കയറാനായിട്ട് കാത്തു നിൽക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് അകത്ത് ബസിലിക്കയിലെ തിരുക്കർമ്മങ്ങൾ ഇപ്പോൾ അവസാനിച്ചു. ബസിലിക്കയുടെ അകത്തുള്ള ഏതാനും പേര് പാപ്പായെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനുശേഷം ഏതാണ്ട് 11 മണിയോടുകൂടെ പൊതുദർശനം ആരംഭിക്കും എന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. രാത്രി 12 മണി വരെ പൊതുദർശനം തുടരും. ഫാദർ, എങ്ങനെയാണ് ജനങ്ങളുടെ തിരക്ക്, എങ്ങനെയാണ് ഗതാഗതത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഇവിടെ വലിയൊരു ജനക്കൂട്ടമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഞാനിപ്പോ ഈ സൈഡിലാണ് നിൽക്കുന്നത്. ഒത്തിരിയധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പുറത്തെ ക്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ ബസിലിക്കയുടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് പുറത്തുള്ള ആദ്യത്തെ സെക്യൂരിറ്റി ചെക്കാണ്. ഇവിടെ വെച്ച് ആളുകളെ കൃത്യമായി നോക്കി അവരുടെ ബാഗുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ മിലിറ്ററി ഫോഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അവര് പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷമാണ് സ്ക്വയറിലേക്ക് കയറ്റി വിടുന്നത്. അതിനുശേഷം വീണ്ടും സ്ക്വയറിലേക്ക് കയറുമ്പോൾ വീണ്ടും പ്രത്യേകിച്ച് എയർപോർട്ടിലൊക്കെ കാണുന്നത് പോലുള്ള സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അതിനുശേഷം മാത്രമേ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ഒരാൾക്ക് എൻട്രി ഉള്ളൂ. പക്ഷേ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ഇപ്പോൾ നിറഞ്ഞു കവിയുന്ന തരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, പുറത്ത് അതിലേറെ ആളുകൾ ഇപ്പോ പുറത്ത് നേരെ ബസിലിക്കയുടെ നേരെ മുൻപിലുള്ള റോഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരെ മുൻപിലുള്ള റോഡിൽ അകത്തേക്ക് കയറാൻ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെയുണ്ട്. ഞാൻ ഏകദേശം ആ റോഡിന്റെ മധ്യഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ മധ്യഭാഗത്തിന് അടുത്ത് വരെ ഇപ്പോൾ നിറഞ്ഞു കവിയുന്ന ആളുകളുണ്ട്. ബസിലിക്കയുടെ സ്ക്വയറിന് പുറത്താണ്. ബസിലിക്കയുടെ സ്ക്വയറിൽ ഓൾറെഡി 3/4 ഭാഗത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ നിറഞ്ഞ അവസ്ഥയാണ്. ഇവിടെ ഗതാഗതമെല്ലാം വളരെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ വളരെ കൃത്യതയോടെ ക്രമീകരിക്കുന്നുണ്ട്. ധാരാളം പോലീസ് അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ തന്നെ എല്ലാ ഭാഗത്തും കാണാൻ പറ്റും. അതുപോലെ ആളുകൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ലൈവായിട്ട് കാണുന്നതിന് വേണ്ടി ഈ റോഡുകളിലെല്ലാം വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ശനിയാഴ്ചയാണ് ആ പരിപാടി നടക്കുന്നത്. മൃതസംസ്കാര ശുശ്രൂഷകൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്നത്. ശനിയാഴ്ച ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരുപക്ഷെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോലും കടക്കാൻ പറ്റാത്ത വിധം ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഈ റോഡ് മുഴുവനായിട്ട് ഓരോ സ്ഥലത്തും ഇടവിട്ട് വലിയ സ്ക്രീനുകൾ തിരുക്കർമ്മങ്ങൾ ലൈവായിട്ട് ആളുകൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ജോലികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. എല്ലാം കൊണ്ടും ഗവൺമെന്റ് വലിയ സുരക്ഷയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് സുഗമമായിട്ട് പാപ്പായുടെ തിരുക്കർമ്മങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ, ഇതിനോടനുബന്ധിച്ചിപ്പോൾ നമ്മുടെ ഒരു മലയാളി സാന്നിധ്യം എത്രത്തോളമാണ് ഇപ്പോൾ അവിടെ ബ്രദറിന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇവിടെ ധാരാളം മലയാളികളുണ്ട്. എനിക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ഞാൻ അറിഞ്ഞ കുറെ മലയാളികൾ എന്നെ വിളിച്ച് സമയങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നേപ്പിൾസിൽ നിന്നുള്ള ആളുകൾ പോലും എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഒരു ഗ്രൂപ്പ് എന്നെ വിളിച്ചിരുന്നു. അവര് വെളുപ്പിനെ തന്നെ, അതായത് ഇന്ന് ബസിലിക്കയിൽ പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം 11 മണിക്ക് പൊതുദർശനം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നതിനാൽ ഏതാണ്ട് 6 മണിക്ക് മുമ്പായി തന്നെ അവര് ഇവിടെ എത്തുകയും അതിനുവേണ്ടി നേരത്തെ തന്നെ ക്യൂവിൽ നിൽക്കുകയുമാണ്. അതായത് മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പാണ് ഈ ബസിലിക്കയുടെ അകത്തേക്ക് കയറാൻ. ഇവിടെയുള്ള ആളുകൾ ഇപ്പൊ നമ്മളിവിടെ കാണുന്ന നിരയിൽ കാണുന്ന ആളുകൾ ഒരുപക്ഷെ ഇന്ന് രാത്രിയായെങ്കിലും അവർക്ക് ബസിലിക്കയുടെ അകത്ത് കയറി പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. അവർക്കറിയാം മണിക്കൂറുകൾ ഞങ്ങൾ ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ. എന്നിരുന്നാലും
വളരെ എന്താ പറയാ ക്ഷമയോടുകൂടെ ഈ വലിയ വെയിലാണ് ഇവിടെ ഉള്ളത്. വലിയ വെയിലിന് നമ്മുടെ നാട്ടിലെ പോലെ വലിയ ചൂട് പൊള്ളൽ അനുഭവപ്പെടുന്ന വെയിലാണ് ഇവിടെ ഉള്ളത്. ഈ വെയിലത്തും വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന, ഇപ്പോൾ നിൽക്കുന്നവര് വൈകുന്നേരം രാത്രി ആയിരിക്കാം, ചിലപ്പോൾ രാത്രി 12 മണി വരെ പൊതുദർശനമുണ്ട്, രാത്രി ആയിരിക്കാം ചിലപ്പോൾ ബസിലിക്കയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പൊ അതുവരെ അവര് ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. ധാരാളം മലയാളികളും ഇപ്പോൾ സ്ക്വയറിൽ തന്നെ ഉണ്ട്. കുറെ പേര് എന്നെ തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവരിപ്പോ ബസിലിക്കയുടെ അകത്ത് 11 മണി കാത്തു നിൽക്കുകയാണ്. അവർക്ക് ഇപ്പോൾ കാത്തു നിൽക്കുന്നവർക്ക് എപ്പോൾ അകത്ത് കയറാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അത്രയും മാത്രം ജനത്തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബ്രദർ ഉള്ളിൽ കടന്നിരുന്നോ? ചതുരത്തിലേക്ക് കടന്നിരുന്നോ? കേൾക്കുന്നില്ല, ഒന്നോട് പറയാം. ബ്രദർ ഉള്ളിലേക്ക് കടന്നായിരുന്നോ? ചതുരത്തിലേക്ക്? ഞാൻ ഇന്ന് ചതുരത്തിലേക്ക് കടന്നില്ല. എനിക്ക് കടക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പോൾ പുറത്തെ കാഴ്ചകൾ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം ഞാൻ ഇന്നലെ കണ്ടിരുന്നു സാന്താ മാർത്തായിൽ. വളരെ കുറച്ചു പേർക്ക് മാത്രം ഇന്നലെ സാന്താ മാർത്തായിൽ അവിടുത്തെ കപ്പേളയിൽ പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഏതാണ്ട് 1.5-2 മണിക്കൂറോളം ആ കപ്പേളയിൽ ഇരിക്കാനും പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം ഏറ്റവും അടുത്തു പോയി കാണാനുമുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. അതനുസരിച്ച് ഇന്നലെ ഞാൻ പോയിരുന്നു. രാത്രി വൈകിയാണ് തിരിച്ചു വന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം സമയം ഞാൻ കപ്പേളയിൽ ചെലവഴിച്ചിരുന്നു.